ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനെ പരിപൂർണതയിലേക്കും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്കും ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കും യഥാർത്ഥ വിശുദ്ധിയിലേക്കും അതോടൊപ്പം തന്നെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരൊറ്റ ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേകം മതഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ആ മതഗ്രന്ഥങ്ങളിൽ നിന്ന് വിശുദ്ധ ബൈബിളിനെ വ്യത്യസ്തമാക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാനുള്ള കാര്യം? കാരണം ഒരു വ്യക്തിയിൽ ശരിയായ ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒരു ശരിയായ രൂപപ്പെടുത്തൽ അത് ചെയ്യുവാൻ കഴിയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് ഒരു മനുഷ്യൻ്റെ ചിന്തകളെ തിരിക്കുവാൻ ശക്തിയുണ്ട്. ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ തിങ്കിങ്. വിശുദ്ധ ബൈബിളിൽ എഴുതിയ വചനങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. ഇറ്റ് അഫക്ട്സ് ഹിസ് ബിലീഫ് സിസ്റ്റം. വിശുദ്ധ ബൈബിളിൽ എഴുതിയ വാക്കുകൾക്ക് ഒരു വ്യക്തിയുടെ വാക്കുകളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. ഇറ്റ് അഫക്ട്സ് യുവർ സ്പീച്ച്. വിശുദ്ധ ബൈബിളിൽ എഴുതിയ വചനങ്ങൾക്ക് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ഇറ്റ് അഫക്ട്സ് ഹിസ് ബിഹേവിയർ. വിശുദ്ധ ബൈബിളിൽ എഴുതിയ വചനങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഇറ്റ് അഫക്ട്സ് ഹിസ് ക്യാരക്ടർ. വിശുദ്ധ ബൈബിളിൽ എഴുതിയ വചനങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഭാവിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ടെസ്റ്റിമണിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച എന്നെ, ചെളിക്കുണ്ടിലായിരുന്ന എന്നെ, പാപം മാത്രം ചെയ്തുകൊണ്ടിരുന്ന എന്നെ, മ്ലേച്ഛത മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നെ, മ്ലേച്ഛത മാത്രം കണ്ടുകൊണ്ടിരുന്ന എന്നെ, എന്നിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് ശരിക്കും വിശുദ്ധ ബൈബിളാണ്, വിശുദ്ധ ബൈബിളിലെ വചനങ്ങളാണ്. എനിക്കറിയാം, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വാക്കുകളെ സ്വാധീനിച്ചത് ദൈവവചനങ്ങളാണ്. നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ദൈവവചനങ്ങൾക്കാണ്. നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയത് ദൈവവചനങ്ങളാണ്. നമ്മുടെ പെരുമാറ്റത്തെ പലപ്പോഴും മാറ്റിയത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. നമ്മുടെ ചിന്തകളെ തിരിച്ചത് ദൈവവചനമാണ്. നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിച്ചത് ദൈവവചനമാണ്. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയ വാക്കുകൾക്ക് ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ ഭാവിയെയും അവൻ്റെ വാക്കുകളെയും എല്ലാം നിയന്ത്രിക്കാനുള്ള ഈ ശക്തി എന്തുകൊണ്ടാണ് ഈ വചനങ്ങൾക്കുള്ളത്? അതിൻ്റെ കാരണം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കാരണം ഈ പുസ്തകം തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇങ്ങനൊരു ശക്തി ഉള്ളത്? എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ എഴുതിയ വാക്കുകൾക്ക് ഇങ്ങനെ ഒരു പവർ മനുഷ്യൻ്റെ മേലുള്ളത് എന്ന് ഈ പുസ്തകം തന്നെ നമ്മളോട് സംസാരിക്കാൻ പോവാണ്. എടുക്കാം നമുക്ക് ദൈവവചന ചിന്തയ്ക്കാണ്ടി 2 തിമോത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. All scripture is given by the inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be perfect, thoroughly furnished unto all good works. ഈ വചനത്തിലെ ഓരോ വാക്കുകളും നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാൻ പോവാണ്. ആദ്യം പറയുന്നത് എന്താണ്? ഓൾ സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ഹോളി റൈറ്റിങ്സ് എന്നാണ്. നമ്മൾ വിശുദ്ധ ബൈബിളിനെ അല്ലെങ്കിൽ ബൈബിൾ എന്നല്ല വിളിക്കുന്നത്, മറിച്ച് വിശുദ്ധ ബൈബിൾ എന്നാണ് പറയുന്നത്. ലിഖിതങ്ങൾ എന്നല്ല പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇറ്റ് മീൻസ് ഹോളി റൈറ്റിങ്സ്. ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്റിങ് അത് വിശുദ്ധമാകണമെങ്കിൽ അതെന്താണ്? വിശുദ്ധരെ എഴുതിയതായിരിക്കണം അത്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരേപോലുള്ള ആൾക്കാരല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു കമ്പനി എടുക്കുക. അപ്പോൾ ആ കമ്പനിയിൽ ഒരു CEO ഉണ്ടല്ലേ? ആ CEOയ്ക്ക് താഴെ എന്തുണ്ട്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ താഴെ എന്തുണ്ട്? മാനേജേഴ്സ് ഉണ്ട്. മാനേജേഴ്സിൻ്റെ താഴെ എന്തുണ്ട്? ടെക്നിക്കൽ വർക്കേഴ്സ് ഉണ്ട്. പിന്നെ ലോവർ എൻഡ് വർക്കേഴ്സൊക്കെ ഉണ്ടല്ലേ?
അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള ആ ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളുടെ കഴിവിനകത്തും ക്വാളിഫിക്കേഷൻസിനകത്തും ഒക്കെ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു മാനേജറാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു CEO-യുടെ എബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ കസേരയിലിരിക്കും അല്ലേ. ഓരോ പൊസിഷനിലും ഓരോ വ്യക്തികൾ ഇരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്ത എബിലിറ്റിയും ക്വാളിഫിക്കേഷൻസുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും സെയിം അല്ല. ഇപ്പം മറ്റൊരു ഉദാഹരണം എടുക്കാം. നമ്മളൊരു സാമൂഹ്യ വ്യവസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോവർ ക്ലാസ് ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, അപ്പർ ക്ലാസ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോ ലെവലിലുള്ള ആൾക്കാരും ഉപയോഗിക്കുന്ന ആ വാഹനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ എഡ്യൂക്കേഷന് വ്യത്യാസമുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽസിന് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യരും മനുഷ്യനാണെങ്കിലും അവർ എന്താണ് വ്യത്യസ്ത ലെവലുകളിലും വ്യത്യസ്ത തട്ടുകളിലുമാണ് സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്നത്. ഇനി ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് എടുക്കാം. ശുശ്രൂഷയുടെ തലത്തിൽ വ്യത്യസ്ത ലെവലിലുള്ള അഭിഷേകമുള്ള ശുശ്രൂഷകരുണ്ടല്ലേ. അപ്പം ഇതുപോലെ തന്നെ ഈ മനുഷ്യ ഹിസ്റ്ററിക്കകത്ത് ദിവസം എക്സ്ട്രീംലി ഹോളി പീപ്പിൾ ഹു വെയർ ലിവ്ഡ് ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധർ ജീവിച്ചിരുന്നു. അപ്പോൾ അവർ സ്വയം വിശുദ്ധർ എന്ന് വിളിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ വിശുദ്ധരാണെന്ന് ദൈവമാണ് അവരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. മാത്രമല്ല അവരുടെ പ്രവൃത്തികളും അത് ശരിവെച്ചു. സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ ഹോളി റൈറ്റിംഗ്സ്. അപ്പം വിശുദ്ധ ലിഖിതമാകണമെങ്കിൽ വിശുദ്ധരാൽ എഴുതപ്പെട്ടതായിരിക്കണം വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ വാക്ക് അവിടെ പറയുന്നു, 2 തിമോത്തി 3:16 പറയുന്നത് എന്താണ്? വിശുദ്ധ ലിഖിതമെല്ലാം, ഓൾ സ്ക്രിപ്ചർ. ഓൾ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള എല്ലാ വാക്യങ്ങളും ഓൾ സ്ക്രിപ്ചർ, അതെല്ലാം വിശുദ്ധമാണ്, അത് വിശുദ്ധ ലിഖിതങ്ങളാണ്. നമുക്കറിയാം വിശുദ്ധ ബൈബിൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഒരു കാനനൈസേഷൻ പ്രോസസ്സിലൂടെയാണ് വളരെ കെയർഫുള്ളി സ്റ്റഡി ചെയ്താണ് നമ്മുടെ മുമ്പിലേക്ക് ബൈബിൾ എത്തിയത്. അപ്പം ബൈബിൾ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ദർ ആർ മെനി ബുക്സ് റിട്ടൺ ബൈ ഹോളി പീപ്പിൾ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കറന്റ് ബൈബിൾ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബൈബിളിൽ വിശുദ്ധരാൽ എഴുതപ്പെട്ട പല ബുക്കുകളും ഇന്ന് ഇല്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാൻ പോവാണ്. ഇപ്പം ബുക്ക് ഓഫ് ഈനോക്ക് എഴുതിയ പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് ജാഷർ ഉണ്ട്, ബുക്ക് ഓഫ് ദ വാർസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, ക്രോണിക്കിൾസ് ഓഫ് ദ കിങ് ഓഫ് ഇസ്രായേൽ, ക്രോണിക്കിൾസ് ഓഫ് ദ കിങ്സ് ഓഫ് ജൂഡ, ദ ബുക്ക് ഓഫ് ഷെമായ ദ പ്രൊഫറ്റ്, ദ ആക്ട്സ് ഓഫ് സോളമൻ, ദ ക്രോണിക്കിൾസ് ഓഫ് കിങ് ഡേവിഡ് എന്ന് പറയുന്ന ബുക്കുണ്ട്, ദ ബുക്ക് ഓഫ് സാമുവൽ ദ സിയർ, ബുക്ക് ഓഫ് നാഥൻ ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന ബുക്കുണ്ട്, ബുക്ക് ഓഫ് ഗാഡ് ദ സിയർ, ദ പ്രൊഫസി ഓഫ് അഹൈജ എന്ന് പറയുന്ന ബുക്കുണ്ട്, ദ ബുക്ക് ഓഫ് ജെഹു, സേയിങ്സ് ഓഫ് ദ സിയേഴ്സ് എന്ന് പറയുന്ന ബുക്കുണ്ട്, ദ ആക്ട്സ് ഓഫ് ദ കിങ്സ് ഓഫ് ഇസ്രായേൽ. ഇങ്ങനെ നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ ആ പഴയ നിയമങ്ങളിൽ നമുക്ക് ഈ ബുക്കുകളുടെ എല്ലാം പേര് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പല ബുക്കുകളും വിശുദ്ധ ബൈബിളിൻ്റെ പാർട്ടാകേണ്ടിയിരുന്ന പല ബുക്കുകളും ഇന്ന് ആ കാനനൈസേഷൻ പ്രോസസ്സിലും മുമ്പോട്ട് പോയ സമയത്ത് ആ ബുക്കുകളൊന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടില്ല. നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ ബൈബിൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇറ്റേണിറ്റിക്ക് വേണ്ടിയും ദാറ്റ് ഈസ് ഇനഫ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ യേശു എന്ന രക്ഷകനെ, യേശു എന്ന കർത്താവിനെ, യേശു എന്ന ക്രിസ്തുവിനെ ആ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ്. എന്തിനാണ്? നമ്മുടെ ഇറ്റേണിറ്റിക്ക് വേണ്ടി, നമ്മുടെ സാൽവേഷന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നിങ്ങൾ ജെനുവിനായിട്ട് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ആഴത്തിലുള്ള ആത്മീയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ വളർന്നാൽ വെളിപ്പാടുകളിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആ ബുക്കുകളിൽ ഇപ്പോൾ നമുക്ക് ആക്സസ് ഇല്ലെങ്കിലും അതിലെ മർമ്മങ്ങൾ നമുക്കറിയത്തില്ലെങ്കിലും കർത്താവ് നമുക്ക് വെളിപ്പാടുകളിലൂടെ സംസാരിക്കും. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ദ ഇൻസ്പിരേഷൻ ഓഫ് ഗോഡ്. ഇനി ആ 2 തിമോത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ആ മറ്റേ വാക്യം എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ, all scripture is given by. അപ്പം ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗോഡ് ഇനിഷ്യേറ്റഡ് ദീസ് റൈറ്റിങ്സ്. അത് ദൈവമാണ് ശരിക്കും ഈ റൈറ്റിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുവാന്നിരിക്കട്ടെ, ഇഫ് ഐ ആം ഗിവിങ് യു സംതിങ്, ആരാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത റൈറ്റിങ്സ് ആണ്. അതുകൊണ്ട് അതിനെ ഹോളി റൈറ്റിങ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഈസ് ഡൂയിങ് എ പ്രൊജക്റ്റ്. ദൈവം ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് വർക്ക് ദൈവത്തിൻ്റെ ഫോർ നോളജിലാണ് ആദ്യം അത് പ്രിപ്പയർ ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്തത്. ആ ഫോർ നോളജിൽ ദൈവം പ്രിപ്പയർ ചെയ്ത പ്രൊജക്റ്റ് ഉൽപ്പത്തി 1:1 അത് തുടങ്ങി വെക്കുകയാണ്. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ദ ടൈം സ്റ്റാർട്ടഡ്, സമയം ആരംഭിച്ചു.
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ എൻഡ് ഓഫ് ടൈംസ്. അപ്പോൾ സമയം തുടങ്ങുന്നത് ഉൽപ്പത്തി 1:1 സമയത്തിനൊരു അവസാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം ഡിസൈൻ ചെയ്ത 24 hour കലണ്ടർ സിസ്റ്റം ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്. അപ്പോൾ ദൈവം ഈ പ്രൊജക്റ്റ് ഈ ഭൂമിയിലേക്ക് തൻ്റെ ഫോർനോളജിൽ ദൈവം പ്ലാൻ ചെയ്ത ആ പ്രൊജക്റ്റ് ആദം എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ഈ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആദത്തിലൂടെ അനേകം തലമുറകൾ ഈ ഭൂമിയിലേക്ക് വരും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആയിരക്കണക്കിന് ജനറേഷൻസ് ഈ ഭൂമിയിലേക്ക് വരും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എല്ലാ ജനറേഷൻസിലും അവർക്ക് റെഫർ ചെയ്യുവാൻ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ദൈവിക കൽപ്പനകൾ മനസ്സിലാക്കുവാൻ there should be a standard document, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് എടുത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് എന്തുണ്ട്? നിയമവ്യവസ്ഥകളുണ്ട്, അല്ലേ? എഴുതപ്പെട്ട സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിനും ഒരു നിയമമുണ്ട്. ഇപ്പം ബിസിനസ് ചെയ്യാനൊരു നിയമം, റോഡിൻ്റെ നിയമങ്ങൾ, ഫൈനാൻഷ്യൽ ഏരിയയുടെ നിയമങ്ങൾ, സിറ്റിസൺസ് ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ, മന്ത്രിമാർ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ, അങ്ങനെ വ്യത്യസ്ത നിയമങ്ങളുണ്ടല്ലേ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ജനറേഷനും ദൈവത്തെക്കുറിച്ച് അറിയണം, ദൈവിക കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കണം. ആദത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദത്തിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ജനറേഷനുകളെ കർത്താവ് നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ആദത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ജനറേഷനുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ there should be a standard document that they should be able to refer. അപ്പോൾ അതിൻ്റെ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40-ൽ-അധികം വിശുദ്ധരിലൂടെ, ഹോളി പീപ്പിളിലൂടെ 1600 വർഷങ്ങളോളം എടുത്തുകൊണ്ട് വ്യത്യസ്ത റൈറ്റിങ്സിലൂടെ ദൈവം ദൈവത്തെ തന്നെയും ദൈവിക പർപ്പസുകളെയും ദൈവിക കൽപ്പനകളെയും മനുഷ്യനെ അനുസരിക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവം റിലീസ് ചെയ്തു, ദൈവം റിവീൽ ചെയ്തു. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഗോഡ്. ഇനി 4-ാമത്തെ ആ വാക്കെന്ന് പറയുന്നത് ആ 2 തിമോത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറയുന്നത് ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ദ ഇൻസ്പിരേഷൻ ഓഫ് ഗോഡ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ആ വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിയോ ന്യൂസ്റ്റോസ് എന്ന് പറയുന്ന വാക്കാണ്. തിയോ ന്യൂസ്റ്റോസ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് വേർഡാണ്. എന്ന് വെച്ചാൽ 2 വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട ഒരു വാക്കാണ് ശരിക്കും തിയോ ന്യൂസ്റ്റോസ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോഡ് ബ്രീത്ത്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിശ്വസിച്ചു എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ വിശുദ്ധ ലിഖിതങ്ങളും ഓരോ പുസ്തകങ്ങളും ദൈവം നിശ്വസിച്ച, ദൈവം ബ്രീത്ത് ചെയ്ത, ദൈവത്തിൻ്റെ നിശ്വാസമുള്ള വാക്കുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്ക്. സോ അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്, ദൈവം നിശ്വസിച്ച വാക്കുകളാണ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ബ്രീത്ത്ഡ്. ഇനി എങ്ങനെയാണ് ബൈബിൾ എഴുതിയ വാക്കുകൾ രൂപപ്പെട്ടു വന്നത് എന്ന് നമ്മളൊന്ന് സംസാരിക്കാൻ പോവാണ്. നമുക്കെടുക്കാം ഒരു വാക്യം 2 പീറ്റർ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ പ്രകാരം പറയുന്നു, പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയെങ്കിലും സ്വന്തമായ വ്യാഖ്യാനത്തിലുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, മറിച്ച് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ച വാക്കുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ഹോളി സ്പിരിറ്റ് പൊസസ്ഡ് ദിസ് പീപ്പിൾ. പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെ പൊസസ് ചെയ്തു. ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾഡ് ദം. The Holy Spirit moved their mouth. The Holy Spirit controlled their tongue. പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അതിര് കവിഞ്ഞ ഒരു ഒഴുക്ക്, ഒരു ഇൻഫ്ലോ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരുന്നത് പല രീതിയിലാണ്. ചില സമയത്ത് ഒരു വചനം ദർശനത്തിലൂടെ ആയിരിക്കാം വരുന്നത്, ചില സമയത്ത് അത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം വരുന്നത്, ചില സമയത്ത് എന്താണ് അത് അട്ടറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അതിര് കവിഞ്ഞ ഒരു പ്രസൻസ് നമ്മിലേക്ക് വരുമ്പോൾ വി ജസ്റ്റ് കീപ് ദ വേർഡ്സ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ നാവ് പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം നമ്മൾ ഒന്നും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ബട്ട് അവർ കീപ് ഓൺ പ്രൊഫസൈങ്. നമ്മൾ സംസാരിച്ചുകൊണ്ടേ പ്രവചിച്ചുകൊണ്ടേയിരിക്കും.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പല പ്രവചനങ്ങളും എങ്ങനെ വന്നത്? അട്ടറൻസിലൂടെ വന്ന് പ്രവചനങ്ങളായിട്ടാണ് വന്നത്. ഞാൻ ഈ പണ്ടൊക്കെ ഈ കർത്താവിലേക്ക് വരുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ കർത്താവ് എനിക്ക് ഏറ്റവും ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് തന്ന ഒരു ഗിഫ്റ്റിംഗ് ആയിരുന്നു ശരിക്കും പ്രൊഫസി, ഇതുപോലെ അട്ടറൻസ്. അപ്പം ഞാൻ എൻ്റെ ഫോണിങ്ങനെ എടുത്ത് ശരിക്കും ആ ഫോണിനകത്ത് ഈ വേർഡ്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. കാരണം ആ പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയിരിക്കത്തില്ല. അപ്പം ആ പ്രവചനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പറഞ്ഞ പല പ്രവചനങ്ങളും ഈ കാലഘട്ടങ്ങൾ, ഈ സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു കൃപാവരം ഉണ്ടെങ്കിൽ വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ്, അല്ലെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ബുക്കുകളിൽ എഴുതി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അൺകൺട്രോളബിൾ പ്രസൻസ്, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസൻസ് നമ്മിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണ് നമ്മൾ സംസാരിക്കും. അതവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി, ഇൻസ്പയറായി, ടേക്കൺ ഓവറായി, കൺട്രോൾഡായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ച വാക്കുകളാണ് ശരിക്കും വിശുദ്ധ ബൈബിളിലുള്ളത്. ഇങ്ങനെ നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം ആ ഓരോ വാക്കുകളിലുണ്ടെങ്കിലും ഗോഡ് ഡിഡ് നോട്ട് ഓവർടേക്ക് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഓഥർ. അപ്പോൾ ആ വചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ബുക്കുകൾ വ്യത്യസ്ത ഓതേഴ്സിലൂടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേഴ്സണാലിറ്റിയെ ദൈവം ഓവർടേക്ക് ചെയ്തില്ല, മറിച്ച് അവരെ ഒരു ടൂൾ പോലെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ആ വചനങ്ങൾ നമ്മിലേക്ക് തരികയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇപ്പോൾ ഒരു വ്യക്തിയെ ആ വചനങ്ങൾ എഴുതുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയത്ത് ആ വ്യക്തിയുടെ കോൺഷ്യസിനെ പ്രിപ്പയർ ചെയ്തു, ആ വ്യക്തിയുടെ ഇമോഷൻസിനെ പ്രിപ്പയർ ചെയ്തു, ആ വ്യക്തിയുടെ ക്യാരക്ടേഴ്സിനെ പ്രിപ്പയർ ചെയ്തു, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ പ്രിപ്പയർ ചെയ്തു, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പ്രിപ്പയർഡായ ഒരു വെസലിലേക്കാണ് നിശ്വസിച്ചത്, തൻ്റെ വചനങ്ങളെ നിശ്വസിച്ചത്. അങ്ങനെ നിശ്വസിച്ച വചനങ്ങൾ ദൈവത്താൽ ഒരുക്കപ്പെട്ട ദൈവത്തിൻ്റെ വെസലുകൾ അത് എഴുതി നമുക്ക് നൽകിയ വചനങ്ങളാണ് ശരിക്കും വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ ഓരോ ബുക്കുകൾക്കും ഒരു യുണീക്നെസ് ഉണ്ട്. മറ്റൊരു ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു യുണീക്ക് നേച്ചർ ഓരോ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ സങ്കീർത്തനം നമ്മൾ പരിശോധിച്ചാൽ സങ്കീർത്തന പുസ്തകവും ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പം ഗോസ്പലിൽ നിന്ന് അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിന് വ്യത്യാസമുണ്ട്. കാരണം ഓരോ വ്യക്തികളെയും ഒരു വെസലായിട്ട് ദൈവം ഉപയോഗിക്കുമ്പോൾ പോലും അവരുടെ പേഴ്സണാലിറ്റി അതിനെ ദൈവം ഓവർടേക്ക് ചെയ്തില്ല, മറിച്ച് ഗോഡ് യൂസ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ദം. ദൈവത്തിൻ്റെ വചനങ്ങൾ അവരിലേക്ക് നിശ്വസിക്കുകയാണ് ശരിക്കും ചെയ്തത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വചനങ്ങൾക്കകത്ത് അപ്പസ്തോലനായ പൗലോസിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും അപ്പസ്തോലനായ യോഹന്നാൻ വ്യക്തിപരമായ അനുഭവങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റിയെ ദൈവം ക്രഷ് ചെയ്ത് അതിനെ ഓവർറൈഡ് ചെയ്ത് ഓവർടേക്ക് ചെയ്തല്ല ശരിക്കും ആ വചനങ്ങൾ റിലീസ് ചെയ്തത്. ആ വ്യക്തികളെ ദൈവം പ്രിപ്പയർ ചെയ്ത് ഒരുക്കി അവരിലേക്ക് ആ വചനങ്ങളെ നിശ്വസിച്ചു. ആ വചനങ്ങളാണ് ശരിക്കും അവർ ഈ ഫിസിക്കൽ വേൾഡിൽ എഴുതി ഗ്രന്ഥങ്ങളായി, തിരുവെഴുത്തുകളായി, അല്ലെങ്കിൽ ഹോളി റൈറ്റിംഗ്സായി, വിശുദ്ധ ലിഖിതങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്തെടുക്കും? നമ്മൾ സാറിന് നമുക്കറിയാം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ടല്ലേ? നിങ്ങൾ പലർക്കും അറിയാം, നിങ്ങളെല്ലാം ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. നമുക്കൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളെടുക്കും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷനകത്ത് ആ ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ റെഡിയായി സേവ് ചെയ്ത് അതിനെ പ്രിൻ്റ് ചെയ്യും. ഈ റൈറ്റിങ്സുകളൊക്കെ എഴുതിയത് ആരാണ്? നമ്മളാണ് എഴുതിയത്. പക്ഷേ MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു ടൂളാണല്ലേ? അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് എഴുതിയ മനുഷ്യ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. എഴുതുന്ന കണ്ടൻറ്റുകൾ ആരാ നൽകിയത്? ദൈവമാണ് നൽകിയത്. പരിശുദ്ധാത്മാവാണ് അത് നിശ്വസിച്ചത്. പരിശുദ്ധാത്മാവ് വ്യക്തികളിലേക്ക്, ഒരുക്കപ്പെട്ട വ്യക്തികളിലേക്ക്, വിശുദ്ധരായി ദൈവം കണ്ട വ്യക്തികളിലേക്ക് ആ വചനങ്ങളെ റിലീസ് ചെയ്തപ്പോൾ, നിശ്വസിച്ചപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ദൈവവചനങ്ങളായി, വിശുദ്ധ ലിഖിതങ്ങളായി നമ്മുടെ കയ്യിൽ ആ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കാനിടയായി. അപ്പസ്തോല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ബൈ ദ മൗത്ത് ഓഫ് ഹിസ് prophets he has spoken. തൻ്റെ പ്രവാചകന്മാരുടെ വായിലൂടെ, അധരങ്ങളിലൂടെ ദൈവം എന്ത് ചെയ്തു? സംസാരിച്ചു. ആ സംസാരിച്ച വചനങ്ങൾ എന്ത് ചെയ്തു? അവർ റെക്കോർഡ് ചെയ്തു, അവരത് എഴുതി. ചിലതൊക്കെ അട്രൻസ് ആയിട്ട് വന്നത്, ചിലതൊക്കെ ദർശനങ്ങളായിട്ട് വന്നത്, ചിലതൊക്കെ സ്വപ്നങ്ങളായിട്ട് വന്നത്, ചിലതൊക്കെ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് ആയിട്ടാണ്. അങ്ങനെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെനി തിങ്സ്, ബട്ട് ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. അതുകൊണ്ട് ആ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്.
ഇനി 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ലിഖിതങ്ങളിൽ പല പ്രവചനങ്ങളും എങ്ങനെയാണ് വന്നത്? ആ പ്രവാചകന്മാർ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് ദൈവത്തോട് ആരാഞ്ഞു, അല്ലെങ്കിൽ ദേ എൻക്വയർഡ് ടു ദ ലോർഡ് ആൻഡ് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ദേ സെർച്ച് ഡിലിജന്റ്ലി. അപ്പം അതിൻ്റെ ഉത്തരമായിട്ടാണ് പല പ്രവചനങ്ങളും പല റെവലേഷൻസും നമ്മിലേക്ക് കടന്നു വരാൻ ഇടയായത്. ക്രിസ്തു സഹിക്കേണ്ടിയിരിക്കുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. The Spirit of Christ was in them and did signify or expressed or conveyed and testified and gave evidences. പലതും വെളിപ്പാടുകളായിട്ടാണ് വന്നത്. അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വെളിപ്പാടുകളായിട്ടാണ് ഇതൊക്കെ വന്നത്. ചിലതൊക്കെ അട്ടറൻസ് ആയിട്ടാണ് വന്നത്. ഈ എഴുതപ്പെട്ട വചനങ്ങളിലേക്കൊക്കെ എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നു. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. അപ്പം പ്രവാചകന്മാരുടെ അന്വേഷണത്തിൻ്റെ പരിണിത ഫലമായി, പ്രവാചകന്മാർ ദൈവത്തോട് അന്വേഷിച്ചതിൻ്റെ ഫലമായി പല പ്രവചനങ്ങളും നമുക്ക് വേണ്ടി എന്താണ് അവരിലൂടെ ദൈവം റിലീസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശുദ്ധ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ദൈവനിവേശിതമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ ആത്മീയ ലൈഫിനകത്ത് പലപ്പോഴും പല സീസണുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചില സീസൺ എന്ന് പറയുന്നത് ദുരാത്മാക്കളാൽ ടോർമെൻറ്റ് ചെയ്യപ്പെടുന്ന സീസൺ. ചില സീസൺ എന്ന് പറയുന്നത് ചില അഫ്ലിക്ഷൻസിലൂടെ കടന്നു പോകുന്ന സീസൺ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു സീസൺ എനിക്കുണ്ടായിരുന്നു. കാരണം സാത്താൻ ഭയങ്കര കണ്ണിങ് ബീയിങ് ആണ്. ശരി, പല അവൻ്റെ സ്ട്രാറ്റജീസിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ദൈവവചനത്തെ പ്രതി സംശയം ഉണ്ടാക്കുക. ഈ ദൈവവചനം ശരിയാണോ? ഇത് ശരിയായ കാര്യങ്ങളാണോ? അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇതും അതും ശരിയാവുന്നില്ലല്ലോ. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സാത്താൻ്റെ ഒരു നേച്ചറാണ്. കാരണം ഈ ദൈവവചനത്തെ നമ്മൾ സംശയിച്ചാൽ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ പോലും നമ്മൾ ഡൗട്ട് ചെയ്യും, യേശു കർത്താവിനെ ഡൗട്ട് ചെയ്യും. അതാണ് അവന് വേണ്ടത്. അപ്പോൾ എൻ്റെ ആത്മീയ യാത്രയിലും അങ്ങനെ ഒരു സീസൺ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സീസണിൽ ഞാൻ ഈ ബൈബിളിനെ മുഴുവനായിട്ടും അവിശ്വസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ വചനങ്ങളുടെ ആധികാരികതയെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പല ആവർത്തി ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും. അങ്ങനെ ഉള്ള സമയത്ത് ദൈവം തന്നെ എനിക്ക് ആ സമയങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ ദൈവവചനം ദൈവനിവേശിതമാണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന 15 തെളിവുകൾ, ദൈവവചനത്തിൽ എഴുതിയ ഈ കാര്യങ്ങൾ ദൈവനിവേശിതമാണെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? ഈ ഗ്രന്ഥങ്ങൾ ദൈവനിവേശിതമാണെന്ന് പറയുകയും സ്ഥാപിക്കുകയും തെളിയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പുസ്തകത്തിനാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ അല്ല. ഇപ്പോൾ സുവിശേഷങ്ങൾ എടുത്താലും, അപ്പസ്തോല ലേഖനങ്ങൾ എടുത്താലും, വെളിപ്പാട് പുസ്തകം എടുത്താലും, പഴയ നിയമ പുസ്തകങ്ങൾ എടുത്താലും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ദൈവവചനമാണോ എന്ന് കൺഫേം ചെയ്യുന്നുണ്ടോ? വിശുദ്ധ ബൈബിൾ ദൈവനിവേശിതമാണ് എന്ന് സ്ഥാപിക്കുന്ന 15 തെളിവുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്താൻ പോവുകയാണ്. ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത്, പ്രവാചകന്മാർ ആവർത്തിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്. ശരിക്കും പഴയ നിയമത്തിൽ ആ വാക്ക് ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഏകദേശം 4000 പ്രാവശ്യം വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയൊരു വാക്കാണ് കർത്താവ് അരുളി ചെയ്യുന്നു, അല്ലെങ്കിൽ ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു മീ. ഏശയ്യ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമെ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏശയ്യ പ്രവാചകൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എഴുതുന്ന കാര്യങ്ങൾ ഏശയ്യ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ചോദനയാൽ രൂപപ്പെട്ടു എന്ന വാക്കുകളല്ല, മറിച്ച് എന്താണ്? കർത്താവ് സംസാരിച്ച വാക്കുകളാണ്. പഴയ നിയമം ദൈവനിവേശിതമാണ് എന്ന് യേശു കർത്താവ് കൺഫേം ചെയ്യുന്നത് നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ യേശു കർത്താവ് പറയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവ് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്തിനാണ്? പഴയ നിയമത്തെയാണ്. ഇവിടെ യേശു കർത്താവ് എന്താണ്? പഴയ നിയമത്തെ ദൈവവചനമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളായി, വിശുദ്ധ ലിഖിതങ്ങളായിട്ട് കൺഫേം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ തെളിവ് എന്താണ്? യേശു പറയുകയാണ്, യേശു പറഞ്ഞ വാക്കുകൾ ദൈവവചനങ്ങളാണെന്ന് യേശു പറയുകയാണ്. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എടുക്കാം. നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്.
എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഇതാണ് പറയുന്നത്, ഞാൻ സംസാരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, യേശു കർത്താവ് പറയുന്ന വാക്കുകൾ അത് യേശു കർത്താവിൻ്റെ സ്വന്തം വാക്കുകളല്ല, അത് യേശുവിലുള്ള പിതാവ് എന്താണ് സംസാരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ യേശു പറയുകയാണ് യേശു സംസാരിച്ചതെല്ലാം എന്താണ് ദൈവവചനമാണെന്ന്. ഇനി നാലാമത്തെ തെളിവ്, യേശു പറയുകയാണ് അപ്പസ്തോലന്മാരുടെ എഴുത്തുകൾ ദൈവനിവേശിതമാണെന്ന്. അങ്ങനെ യേശു പറയുന്നുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 വാക്യം. അവിടെ പറയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ യേശു കർത്താവ് പറയുവാണ്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കും. ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു തരും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, അവൻ എന്നിൽ നിന്നുള്ളത് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈ വചനങ്ങൾക്കകത്ത് യേശു കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രം കാര്യങ്ങളുള്ളൂ. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ മേൽ ഞാൻ നൽകിയ അതേ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാരുടെ മേൽ ഞാൻ അയക്കും. അവരിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവരിലൂടെ എഴുതപ്പെടുന്ന കാര്യം അത് ദൈവവചനമാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ആ വചനങ്ങളെ, ആ ലിഖിതങ്ങളെ അവർക്ക് നൽകുന്നത്. ഇനി അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോലന്മാർ സംസാരിച്ച കാര്യങ്ങൾ ദൈവവചനമാണ് എന്ന് പറയുന്ന ഒരു വചനഭാഗം നമ്മളൊന്ന് കാണാൻ പോവാണ്. അതിനാധാരമായിട്ട് നമുക്കെടുക്കാം 1 കൊറിന്ത്യൻസ് അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 13 വാക്യം. ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോലന്മാർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണ്. ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, മറിച്ച് ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ അപ്പസ്തോലന്മാരായ ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയല്ല, മറിച്ച് എന്താണ് ശരിക്കും ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച്. ആത്മാവ് പഠിപ്പിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? യേശു കർത്താവാണ് പറഞ്ഞത്. ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ പഠിപ്പിക്കും. അപ്പസ്തോലനായ പൗലോസ് പറയാണ്, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ ഞങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പസ്തോലിക ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും എല്ലാം എന്താണ്? ദൈവനിവേശിതമാണ്, അത് ദൈവവചനമാണ് എന്നാണ് ശരിക്കും അപ്പസ്തോലനായ പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇനി 6ാമത്തെ തെളിവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് വെളിപ്പാടിലൂടെയാണ് തനിക്ക് വചനങ്ങൾ ലഭിച്ചത് എന്ന് കൺഫേം ചെയ്യുന്ന ഒരു വചനഭാഗം നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 11 വാക്യം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല, എനിക്ക് തോന്നിയതുപോലെ എപ്പോഴെങ്കിലും ഞാൻ ഇരുന്ന സമയത്ത് സ്വപ്നം കണ്ട് എഴുതിയ കാര്യമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. 7ാമത്തെ തെളിവിനെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പസ്തോലനായ പൗലോസ് പഴയ നിയമ ഗ്രന്ഥങ്ങളെ കൺഫേം ചെയ്ത് അതിനെ അപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗലാത്യ ലേഖനം 4 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ പറയുന്നു, വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? അപ്പോൾ ഈ വിശുദ്ധ ലിഖിതം എന്ന് പറയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് ഉദ്ദേശിച്ചത് എന്താണ്? പഴയ നിയമ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്. അപ്പം അപ്പസ്തോലനായ പൗലോസ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുവാണ് വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പഴയ നിയമ ഗ്രന്ഥങ്ങളെ അപ്പസ്തോലനായ പൗലോസ് വിശുദ്ധ ലിഖിതമായി അപ്രൂവ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. വീണ്ടും റോമാലേഖനം 4 അധ്യായത്തിൻ്റെ 3 വാക്യം പറയുന്നു, വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ഹെബ്രായ ലേഖനമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കോട്ടുകൾ നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ എന്താണ്? അപ്പസ്തോലനായ പൗലോസ് പഴയ നിയമ ഗ്രന്ഥങ്ങളെ കൺഫേം ചെയ്യുകയാണ് അത് ദൈവവചനമാണെന്ന്. വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് നിങ്ങൾ 3 ദൈവങ്ങളെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ബൈബിൾ ശരിയല്ല, അതാണ് ഇതാണെന്നൊക്കെ ആവർത്തിച്ച് കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ മുമ്പിലേക്ക് ഇടുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാനും അതിനുത്തരം നൽകുവാനും യു ഷുഡ് ബി ഏബിൾ ടു നോ ഇറ്റ്.
8ാമത്തെ ഒരു തെളിവ് പരിശോധിക്കാം. അവിടെ അപ്പസ്തോലനായ പത്രോസ് പൗലോസിൻ്റെ ലേഖനങ്ങളെ ദൈവവചനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു റെഫറൻസ് തരാൻ ആഗ്രഹിക്കുന്നു. 2 പീറ്റർ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം നമ്മെ എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള പല കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ, ശ്രദ്ധിച്ചു കേട്ടെ, മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പസ്തോലനായ പത്രോസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ അപ്പസ്തോലനായ പൗലോസ് എഴുതിയ വചനങ്ങളോട് അല്ലെങ്കിൽ ലിഖിതങ്ങളോട് ഈക്വലൈസ് ചെയ്യുകയാണ് ശരിക്കും. മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും എന്ന് പറഞ്ഞാൽ അപ്പസ്തോലനായ പൗലോസ് എഴുതിയ വാക്കുകളെയും വചനങ്ങളെയും ലിഖിതങ്ങളെയും എന്താണ് വളച്ചൊടിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പസ്തോലനായ പത്രോസ് പൗലോസ് എഴുതിയ ലേഖനങ്ങളെ ദൈവവചനത്തോട് ഇക്വേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവവചനമായിട്ട് അത് നമ്മുടെ മുമ്പിലേക്ക് പറയുന്നു. 9ാമത്തെ തെളിവ് പറയുവാൻ അപ്പസ്തോലനായ യാക്കോബ്, നമുക്കറിയാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്യുന്ന വചനഭാഗങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ വചനം എവിടുന്ന അപ്പസ്തോലനായ യാക്കോബ് കോട്ട് ചെയ്തത്? പഴയ ഡ്യൂട്രോണമി 27:26, നിയമാവർത്തനം 27:26 എഴുതിയ ആ വാക്യങ്ങളാണ് അപ്പസ്തോലനായ യാക്കോബ് തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അപ്പസ്തോലനായ യാക്കോബും പഴയ നിയമ ഗ്രന്ഥങ്ങളെ ദൈവവചനമായിട്ട് കൺഫേം ചെയ്യുന്നു. ഇനി അപ്പസ്തോലനായ പൗലോസ് ലൂക്ക എഴുതിയ വചനങ്ങളെ ദൈവവചനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 തിമോത്തി അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, ധാന്യങ്ങൾ ചവിട്ടി മെതിക്കുന്ന കാളയുടെ വായ നീ മൂടിക്കെട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നും വിശുദ്ധ ലിഖിതം പറയുന്നു. അപ്പം ഈ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് വിശുദ്ധ ലിഖിതം പറയുന്നു എന്ന ആ വാക്ക് അപ്പസ്തോലനായ പൗലോസ് എവിടെ നിന്ന് എടുത്തെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ലൂക്ക എഴുതിയ ആ സുവിശേഷത്തെ എന്താണ്? ദൈവവചനത്തോട് ഈക്വലൈസ് ചെയ്യുവാണ്, ദൈവവചനമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇനി 11ാമത്തെ തെളിവിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ജൂഡിൻ്റെ പുസ്തകം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജൂഡിൻ്റെ പുസ്തകത്തിനകത്ത് അപ്പസ്തോലനായ പത്രോസ് എഴുതിയ വചനങ്ങൾ കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജൂഡിൻ്റെ പുസ്തകം ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 17-18 വാക്കുകൾ എവിടുന്നാണ് കോട്ട് ചെയ്യുന്നത് അറിയാമോ? അത് അപ്പസ്തോലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ് അവ കോട്ട് ചെയ്തിരിക്കുന്നത്. ആ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങളെ ഓർക്കുക. എന്നിട്ട് 18-ാം വാക്യം പറയുന്നു, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. അപ്പം ജൂഡ് ഈ പുസ്തകം എഴുതുമ്പോൾ ഈ ഒരു വാക്യം, ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും എന്ന ആ ഒരു വചനം എവിടെ നിന്ന് എടുത്തെന്നറിയാമോ? 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നിന്നാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ജൂഡ് പത്രോസ് എഴുതിയ ലേഖനത്തെ എന്താണ്? അപ്രൂവ് ചെയ്യുകയാണ് ശരിക്കും. ദേ ആർ എഗ്രീയിങ് ഈച്ച് അതർ. ഇനി 12ാമത്തെ തെളിവിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം ദൈവവചനമാണ് എന്ന് തെളിയിക്കുന്ന വചനഭാഗങ്ങളിലേക്ക് നാം വരാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. വെളിപ്പാട് പുസ്തകം എന്താണ്? ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ് എന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്താണ്? ദൈവവചനമാണ്. ഇനി 13ാമത്തെ തെളിവ്, ദൈവവചനം ദൈവനിവേശിതമാണോ എന്ന് തെളിയിക്കുന്ന 13ാമത്തെ തെളിവ്, അപ്പസ്തോലനായ യോഹന്നാൻ തൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്.
സോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹോളി റൈറ്റിംഗ്സ് ആർ ഗിവൺ ടു അസ്. എന്തിനാണ്? യേശു ദൈവത്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി. അപ്പോസ്തലനായ യോഹന്നാൻ താൻ എഴുതിയ റൈറ്റിംഗ്സ് ഇറ്റ് ഇസ് എ ഹോളി റൈറ്റിംഗ് എന്ന് ശരിക്കും കൺഫേം ചെയ്യുകയാണ്. ഇനി 14-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് കൺസേണിംഗ് ദ സ്ക്രിപ്റ്റേഴ്സ്. ദൈവവചനങ്ങളെ സംബന്ധിച്ച് യേശു കർത്താവിൻ്റെ പല ടെസ്റ്റിമണികൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. All the scripture cannot be broken. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 52, 54 വാക്കുകളൊക്കെ ഞാൻ ഇങ്ങനെ റെഫറൻസ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ന്റെ 17 നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. 15-ാമത്തെ തെളിവ് എന്താണ്? ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്റ്റേഴ്സ് ആർ ഫുൾഫിൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പഴയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രവചനങ്ങൾ നമുക്കറിയാം. സങ്കീർത്തനം 22-ന്റെ 1, മത്തായിയുടെ സുവിശേഷം 27-ന്റെ 46-ലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഇതെല്ലാം പഴയ നിയമ പ്രവചനങ്ങളുടെ ഫുൾഫിൽമെൻ്റ് ആണ്. ഒന്നൊന്നിനോട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണ്, ഒന്നൊന്നിനോട് എപ്പോഴും എഗ്രി ചെയ്യാണ്. അപ്പസ്തോലന്മാർ പ്രവാചകന്മാരോട്, യേശു കർത്താവ് പ്രവാചകന്മാരോടും അപ്പസ്തോലിക എഴുത്തുകളോടും. വെളിപ്പാട് പുസ്തകം ദൈവവചനങ്ങളാണെന്ന് കൺഫേം ചെയ്യുന്നു. ഒന്നൊന്നിനോട് എപ്പോഴും കൺഫേം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, there will be never ever any contradiction. Everything is connected and all of them are agreeing on the scriptures. Hallelujah. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കാനനൈസേഷൻ പ്രോസസ്സിനകത്ത് ഈ ബുക്കുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്, ഒന്നൊന്നിനോട് ശരിക്കും എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പല ബുക്കുകൾ കയ്യിലുള്ളതിൻ്റെ കാര്യം. പിന്നെ ചില ബുക്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനോക്കിൻ്റെ ബുക്കുകൾ, ജാഷറിൻ്റെ ബുക്കുകൾ, മറ്റുള്ള ബുക്കുകളൊക്കെ ഇറ്റ്സ് എൻ എക്സ്ട്രാ ബിബ്ലിക്കൽ ബുക്ക് എന്ന് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ബൈബിൾ പഠിച്ചതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് അല്പം കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ബുക്ക് ഓഫ് ഇനോക്ക് എഴുതിയ ഗ്രന്ഥം നമ്മൾ വളരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വേണം അതിനെ ഡിസേൺ ചെയ്ത് ശരിക്കും മനസ്സിലാക്കുവാൻ വേണ്ടി. ഇനി യേശു കർത്താവ് തന്നെ ആ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അപ്പസ്തലന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും എന്താണ് പഠിപ്പിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. പക്ഷെ നമുക്കറിയാം അപ്പസ്തോലന്മാർ ലോകമെങ്ങും സഞ്ചരിച്ചിട്ടുണ്ടോ? എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരെങ്ങനെയാണ് ശരിക്കും എല്ലാ രാജ്യങ്ങളിലുമുള്ളവരെ യേശു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചത്? അവരുടെ റൈറ്റിങ്സിലൂടെ, അവരുടെ എഴുത്തുകളിലൂടെ. ആലോചിക്കുക, കേരളത്തിൽ ജനിച്ച നമ്മൾ അപ്പസ്തോലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളും അപ്പസ്തോലനായ പത്രോസ് എഴുതിയ ലേഖനങ്ങളും പ്രവാചകന്മാർ എഴുതിയ ലേഖനങ്ങളും ഇന്നും നമ്മൾ ആർത്തിയോടെ വായിക്കുകയും ദൈവവചനമായിട്ട് നമ്മൾ ഗ്രഹിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും ആ അപ്പസ്തോലന്മാരിലൂടെ പഠിപ്പിക്കപ്പെടും എന്ന് യേശു കർത്താവ് പറഞ്ഞ ആ മത്തായിയുടെ സുവിശേഷം 28-ന്റെ 18 പറഞ്ഞ കാര്യങ്ങളുടെ ഫുൾഫിൽമെൻ്റ് ആണ് ശരിക്കും. യേശു കർത്താവ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്? ഈ തിരുവെഴുത്തുകളിലൂടെയാണ് സംസാരിക്കുന്നത്. The word of God is always available to us and it is always inspired by God. എല്ലാ തിരുവെഴുത്തുകളും ദൈവ നിവേശിതമാണ്. ഒന്നൊന്നിനോട് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. All scripture is given by the inspiration of God and it is profitable for doctrine, for reproof, for correction, for instruction in righteousness, that the man of God may be perfect and thoroughly furnished unto all good works. എന്നാണ് ശരിക്കും 2 തിമോത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ നമ്മൾ ഡീൽ ചെയ്യുന്ന ആ വാക്കുകളുടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഈ വചനത്തിൻ്റെ ഓതൻറ്റിസിറ്റിയെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സാത്താൻ്റെ ഒരു സ്വഭാവമാണ്. ശരിക്കും സാത്താൻ എഴുന്നേൽപ്പിക്കുന്ന പല വ്യക്തികളും പല മതവിഭാഗങ്ങളിലുള്ളവരും ദൈവമക്കളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുവാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുമ്പോൾ ഈ വചനങ്ങളുടെയൊക്കെ ഒരു റെഫറൻസ് നിങ്ങൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്.